കോടതി വഴി പോകാൻ ഉദ്ദേശിക്കുന്നത് ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോലീസിൻ്റെ ഗൂഢാലോചന, അത് തട്ടിയെടുത്തിട്ടുള്ള രീതി, പിന്നെ അതുമായി ബന്ധപ്പെട്ട് ഡാൻസ് ഓഫ് സംഘം ഉണ്ടാക്കിയ അവരുടെ സ്വത്ത് അന്വേഷണം, അപ്രൈസറായ ഇന്നലെ ജനങ്ങളുടെ മുന്നിൽ കാണിച്ചു തന്ന കൊണ്ടോട്ടിയിലെ ഉണ്ണിയുടെ ഈ 3 വർഷത്തെ വളർച്ച, ഡാൻസ് ഓഫ് സംഘത്തിൽ തന്നെ ഒരു പ്രധാനിയായിട്ടുള്ള SP സുജിത്ദാസിന്റെ വലങ്കൈയായി പ്രവർത്തിച്ചിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ അനീഷ്, അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്താ പറയാ അദ്ദേഹത്തിന്റെ സമ്പാദ്യങ്ങൾ, 2 ക്രഷറിൽ അദ്ദേഹം ഇപ്പൊ പാർട്ട്ണറാണ്. അത്തരം ആ കാര്യങ്ങൾ, പിന്നീട് നമ്മുടെ എടവണ്ണ റിദാൻ വധക്കേസ്, മാമി കേസ്, പിന്നെന്താണ് ഇത്തരം മേജറായിട്ടുള്ള ഈ സംഗതികൾ, ഇതാണ് കോടതിയെ സമീപിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ. കോടതിയുടെ നിരീക്ഷണത്തിൽ ഏറ്റവും വിശ്വസ്തരാണ് എന്ന് കോടതിക്ക് ബോധ്യപ്പെടുന്ന നല്ല റെക്കോർഡ്, കാരണം ഓരോ പോലീസ് ഓഫീസർക്കും അവരുടെ റെക്കോർഡ് ഉണ്ടാവും. ഈ 3 തലത്തെ റെക്കോർഡ് നോക്കിയിട്ടൊരു കാര്യമില്ല, അത് അജിത് കുമാർ എഴുതിണ്ടാക്കിയ റെക്കോർഡാണ്. ആ റെക്കോർഡിൽ ഏറ്റവും നല്ല ആളുകൾ ഏറ്റവും വലിയ കള്ളന്മാരായിരിക്കും. അപ്പോൾ അതും കോടതിയെ നമ്മൾ ബോധ്യപ്പെടുത്തും. എന്നിട്ട് കോടതിക്ക് തന്നെ നേരിട്ട് ഈ കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് സത്യസന്ധരായ ഉദ്യോഗസ്ഥരെ കണ്ടെത്താൻ നിയമപരമായിട്ട് അതിന് സാധിക്കുമെങ്കിൽ അങ്ങനെ കൂടി ബഹുമാനപ്പെട്ട കോടതി ചെയ്യണമെന്ന റിക്വസ്റ്റാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അതിൽ ഈ മേജർ ഇഷ്യൂസ് എല്ലാം വരും. അതിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ PV അൻവർ ഇതിന്റെ പിന്നണി പോരാളിയാണല്ലോ, ഇത് കള്ളക്കടത്തുകാരുടെ, അതും കൂടി അന്വേഷിക്കാൻ പറയും. അതാണ് ആ കോടതിയിൽ പോകുന്നതിന്റെ പോകാൻ പോകുന്ന ഒരു ആംഗിള്. പിന്നെ അതുപോലെ തന്നെ ഫോൺ ചോർത്തലുമായി ബന്ധപ്പെട്ട് ഞാൻ ഉയർത്തിയ ഒരു വിഷയവും അന്വേഷിച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അരീക്കോട് പോലീസ് ക്യാമ്പിൽ, ഈ പറയുന്ന മാവോയിസ്റ്റ് ക്യാമ്പിലെ UAPAയുമായി ബന്ധപ്പെട്ട് രാജ്യദ്രോഹ കുറ്റം ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കാനാണ് ഈ ഇന്റർസെപ്ഷൻ സംവിധാനം അരീക്കോട് ഈ പറയുന്ന മാവോയിസ്റ്റ് ക്യാമ്പിൽ ഒരുക്കിയിട്ടുള്ളത്. അവിടുത്തെ ഉദ്യോഗസ്ഥരെ 3 ആളുടെ പേര് ആ പരാതിയിൽ DGP കൊടുത്തതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ എപ്പോഴും അവിടെ സ്വൈരവിഹാരം നടത്തുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്ന് പറഞ്ഞാൽ ആകെത്തുക പരിശോധിച്ചാൽ ഒരു അന്വേഷണം എവിടെയും നടക്കുന്നില്ല. ഇനിയിപ്പോൾ ആകെ ജനം കാത്തിക്കുന്ന എന്തിനാ? ഈ 1-ാം തീയതി എപ്പോഴാണ് ഈ റിപ്പോർട്ട് കൊടുക്കേണ്ടത്? 30-ാം തീയതി. ഈ 30-ാം തീയതി 3, 4, 5 ദിവസമേ ഉള്ളൂ. ആ റിപ്പോർട്ടിനാണ് ജനം കാത്തിരിക്കുന്നത്. ഒരു കാര്യവും അതിലില്ല. എന്താ റിപ്പോർട്ട്? അന്വേഷണം തുടങ്ങുമ്പോഴാണ് അജിത് കുമാറിനെ മാറ്റി നിർത്തണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടത്. അന്വേഷണം തീരുന്നവരെ അവിടെ ഇനിയിപ്പോൾ അന്വേഷണ വിധേയമായി മാറ്റി നിർത്തിയിട്ട് എന്താ കാര്യം? ഈ റൂമിൽ നിന്ന് PHQ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ്, ഈ റൂമിൽ നിന്ന് അപ്പുറത്തെ റൂമിലേക്ക് മാറ്റിയിരുത്തും. ഒരു കാര്യമില്ല. അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത്, സത്യസന്ധമാണ് ഈ ഗവൺമെന്റ് എങ്കിൽ അദ്ദേഹത്തെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യണം. ഒരു ഉദ്യോഗസ്ഥനെ അങ്ങനെ സസ്പെൻഡ് ചെയ്യാൻ പറ്റുമെന്ന ചോദ്യം. ഈ മറ്റൊരു സ്വർണം, ഈ പറയുന്ന റിദാനും ഈ പറയുന്ന മാമിയൊക്കെ അവിടെ നിൽക്കട്ടെ, സമയമെടുക്കും. പക്ഷേ അദ്ദേഹത്തെ മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ മണിക്കൂർ കൊണ്ട് സസ്പെൻഡ് ചെയ്യാവുന്ന സാധനം, അതാണ് അദ്ദേഹം വാങ്ങിക്കൂട്ടിയ സ്വത്ത് വിവരങ്ങൾ. ഇത് ഡോക്യുമെന്റഡ് ആണ്. ആ ഡോക്യുമെന്റ്സ് ആണ് കോടിക്കണക്കിന് രൂപയുടെ വാങ്ങലും വിൽക്കലും. 35 ലക്ഷം രൂപയുടെ ഫ്ലാറ്റ് വാങ്ങുന്നു, പണം കൊടുത്ത്. 65 ലക്ഷം രൂപയ്ക്ക് 10 ദിവസം കഴിഞ്ഞ് വിൽക്കുന്നു, പണം വാങ്ങുന്നു. കേരളത്തിന്റെ രജിസ്ട്രേഷൻ അതോറിറ്റിയുടെ ചരിത്രത്തിൽ ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ടാവില്ല. ഈ ക്യാഷ് ട്രാൻസാക്ഷൻ 20,000 രൂപയ്ക്ക് മുന്നിൽ എന്ന് നിർത്തിയതാ. അപ്പം പച്ചയായി അധികാര ദുർവിനിയോഗമാണ്. അത് ഇയാളെ പേടിച്ചിട്ടാണ് രജിസ്ട്രാളെ ചെയ്തു കൊടുത്തിട്ടുള്ളത്. അതാണ് അധികാര ദുർവിനിയോഗം. പബ്ലിക്കായിട്ട് കള്ളപ്പണം വാങ്ങുകയാണ്. ഒരു മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ അല്ലെങ്കിൽ ഒരു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച എടുത്തോട്ടെ. തിരുവനന്തപുരം സിറ്റിയിൽ ഈ പറയുന്ന പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിന്റെ നടുവട്ടത്താണ് ഈ കാര്യങ്ങൾ നടന്നിട്ടുള്ളത്. അപ്പൊ എന്താക്കി 6 മാസത്തിന് അങ്ങോട്ട് നീട്ടിക്കൊടുത്തു. അപ്പോൾ അതിനെന്താണ് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത്?
ഈ ചങ്ങാതിയെ തൊടാൻ പോകുന്നില്ല. ആ ചങ്ങാതിയെ തൊട്ടാൽ ഇവിടെ പലതും സംഭവിക്കും. അവിടെയാണ് വിഷയം. അപ്പൊ ഇനി എനിക്കെന്താ മാർഗം? കോടതിയെ സമീപിക്കുക. അത് കോടതിയെ സമീപിക്കും. ഹൈക്കോടതി, ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ടല്ലോ. അവർക്കും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാവുണ്ടാവുമല്ലോ. സ്വാഭാവികമായിട്ടും എൻ്റെ പ്രതീക്ഷ ബഹുമാനപ്പെട്ട കോടതിയിലാണ്, ഈ നീതിന്യായ വ്യവസ്ഥയിലാണ്. അത് ആ രീതിയിൽ തന്നെ കോടതിയെ നല്ല രീതിയിൽ അത് പ്രസന്റ് ചെയ്യാൻ കഴിയുന്ന ഹൈക്കോടതിയിലെ ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള, റെപ്യൂട്ടേഷനുള്ള, ഇന്റഗ്രിറ്റി ഉള്ള ഒരു നല്ല വക്കീലിനെ അത് ഏൽപ്പിക്കുക എന്നത് മാത്രമേ ഉള്ളൂ എൻ്റെ മുമ്പിൽ. ഇന്നലെ ഇപ്പോൾ കൊണ്ടോട്ടിയിൽ കൊണ്ടുപോയിട്ട് ഈ പറയുന്ന ഈ തട്ടാന്റെ കാര്യം പോലും ഇവര് അന്വേഷിച്ചില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ നേരിട്ട് ഇന്നലെ വന്ന് കണ്ടതാണല്ലോ. മുഖ്യമന്ത്രി ഈ കളവില് അൻവർ കൂട്ടുവെക്കുന്നു, മുഖം തിരിച്ചിരുത്തി മഹത്വവൽക്കരിക്കുന്നു എന്ന് പറഞ്ഞിട്ടല്ലേ എന്നെ കുറ്റപ്പെടുത്തിയത്. മുഖം നേർക്കുനേരെ ഇരുന്നല്ലോ ഒരു കുടുംബം, 2 കുടുംബം. അത് കഴിഞ്ഞിട്ട് 48 മണിക്കൂറായില്ലേ അവിടെ നിന്ന് പോയ പോലീസ് മനുഷ്യൻ. പബ്ലിക്കായിട്ട് ഈ ഒരു സാധനം ഇങ്ങനെ വിട്ടിട്ട് സ്വാഭാവികമായും അവരൊന്ന് പോയിട്ട് പോലീസ് ചോദിക്കേണ്ട എന്താ സംഭവം, നിങ്ങൾ MLA മുമ്പിൽ പറഞ്ഞ കാര്യം എന്താണ്, അതിന്റെ വസ്തുത അന്വേഷിച്ചോ? എന്താ അന്വേഷിക്കാത്തത്? ഇന്നലെ കൊണ്ടോട്ടി കൊണ്ടുപോയി ഞാൻ നിങ്ങൾക്കത് കാണിച്ചിരുന്നു. ഇനി ഞാൻ എന്താ ചെയ്യാ? എനിക്കെത്ര പരിമിതി നിങ്ങൾക്ക് അറിയാലോ. ഇതൊക്കെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ചെയ്യേണ്ട ഈ കാര്യങ്ങൾ എന്റെ പരിധി ലംഘിക്കുകയാണ്. കാരണം എനിക്കിനി ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ എനിക്ക് മാർഗമല്ല. ഐ ആം നോട്ട് എ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ഓർ പാർട്ട് ഓഫ് എൻ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി. അപ്പം ഇതാണ് ഈ വിഷയങ്ങളിലുള്ളത്. ADGPയെ തൊട്ടാൽ പൊള്ളും. അത് ആർക്കൊക്കെ പൊള്ളും എന്ന് എനിക്കറിയില്ല. അത് കേരളീയ സമൂഹം വിലയിരുത്തിക്കോട്ടെ ആർക്കൊക്കെ പൊള്ളുകയാണ്. അത്രയെങ്കിലും പറയാൻ പറ്റും. പോത്തിനെ കൊണ്ട് വാഴ വെട്ടിക്കറി പണ്ടത്തെ ആൾക്കാർ. ആ വാഴ പിന്നെ ഒന്നിനും പറ്റില്ല. പോത്തെങ്ങനെ വാഴ വെട്ടുക? സ്റ്റാൻഡ് ചെയ്ത് നിൽക്കുന്ന വാഴത്തോട്ടത്തേക്ക് പോത്തിന് ഇറങ്ങിയ പോത്ത് കൊമ്പോട് കുത്തിയിട്ട് ഇങ്ങോട്ട് മറിക്കും, വാഴ പോവും. പക്ഷെ ആ വാഴ പിന്നെ ഒന്നിനും പറ്റില്ല. അതാണ് പോത്തിനെ കൊണ്ട് വാഴ വെട്ടിക്കാന്ന് പഴയ ആളുകൾ പറയുന്നത്. ആ പണി ഞാൻ എടുക്കണ്ട. വാഴ ഇങ്ങളൊന്ന് വെട്ടി നോക്കും. അതൊരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരം എന്നെ ഒന്ന് ഭയപ്പെടുത്തണം, പേടിപ്പിക്കും. അവസാനത്തെ മാർഗങ്ങളാണ്. മുഖ്യമന്ത്രി ഒരു പരിശ്രമം നടത്തി. ഏത്? ഞാൻ ഈ കള്ളക്കേസിൽ ഈ കള്ളക്കച്ചവടത്തിന്റെ പിന്നിലാണെന്ന് പറഞ്ഞു. ഗവർണർ പരാതി എന്നിട്ട് നടപടി എടുക്കുമെന്ന് പറഞ്ഞു. പിന്നെ എന്തൊക്കെയോ പറഞ്ഞു. അതൊരു പേടിപ്പിക്കൽ. അത് കഴിഞ്ഞു. ഇനി പാർട്ടിയുടെ ബഹുമാനപ്പെട്ട സെക്രട്ടറി ആഹ്വാനം ചെയ്യാണ് കൈകാര്യം ചെയ്തോളണമെന്ന്. പബ്ലിക്കായി കേട്ടതല്ലേ, അപ്പൊ സ്വാഭാവികമല്ലേ, അതുണ്ടാവുമല്ലോ. പക്ഷേ അവരുടെ ഹൃദയം, ഞാൻ അവർക്ക് വേണ്ടിയായി പറഞ്ഞത്, ഈ നാട്ടിൽ കഷ്ടത അനുഭവിക്കുന്ന പാവപ്പെട്ട ലൈഫ് പദ്ധതിയുടെ വീട് തടസ്സപ്പെടുത്താൻ ഭൂമാഫിയകളുമായി കൂട്ടുചേർന്ന് പണം കൊടുക്കാതെ മണ്ണ് വാങ്ങാൻ കിട്ടാത്ത സാഹചര്യം ഉണ്ടാക്കി. കാരണം ജനങ്ങൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന കാര്യം എടുക്കാൻ പോലീസ് അനുവദിക്കില്ല. അപ്പൊ എന്താ, ആരെ സഹായിക്കുന്നത്? ആ വീട്ടിൽ തറയിടണമെങ്കിൽ ഈ നാട്ടിലെ മണ്ണ് കച്ചവടം ചെയ്യുന്ന ആളുകളിൽ നിന്ന് പണം കൊടുത്തു വാങ്ങണം. ആ പ്രയാസപ്പെടുത്തിയ സാധുക്കൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിച്ചത്. ഇവിടെ ഈ പറയുന്ന അടിസ്ഥാനപരമായിട്ടുള്ള വിഷയങ്ങളിൽ ജനങ്ങളോടൊപ്പം നിൽക്കുന്ന പാർട്ടിക്ക് അത് പ്രവർത്തിക്കാൻ സഖാക്കൾക്ക് സാധിക്കുന്നില്ല. ഇവിടെ ഉദ്യോഗസ്ഥ മേധാവിത്വമാണ്. ഈ അനീതി കാണിക്കുന്ന ഉദ്യോഗസ്ഥരെ നിലക്ക് നിർത്താൻ ഇടപെടുന്ന സഖാക്കൾക്ക് അതിൽ ഇടപെടാൻ കഴിയുന്നില്ല. ഇതാണ് ഞാൻ ഉന്നയിച്ച വിഷയം. അത് ഈ മുദ്രാവാക്യം വിളിക്കുന്ന ഓരോരുത്തർക്കും അറിയാം. ഞങ്ങൾ ഈ ചെയ്യുന്നത് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ മുദ്രാവാക്യം വിളിക്കുന്നത്. എന്നെ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ ആക്കാൻ പാർട്ടി ലീഡർഷിപ്പ് ശ്രമിച്ചാലും ഞാൻ ഈ പാവപ്പെട്ട മനുഷ്യരുടെ കൂടെയാണ് ജീവിച്ചിട്ടുള്ളത്. അവരോടൊപ്പം ഞാൻ എന്നും നടക്കുന്നത്. എൻ്റെ വികാരം ഇപ്പോഴല്ല, അവർക്ക് മുമ്പറിയും. ഞാനൊരു സുപ്രഭാതത്തിൽ ഒന്നാണിത് പബ്ലിക്കായിട്ട് പറഞ്ഞേ ഉള്ളൂ. സ്വകാര്യ യോഗങ്ങളിൽ, പാർട്ടി യോഗങ്ങളിൽ അനവധി തവണ ഈ വിഷയങ്ങൾ പറഞ്ഞിട്ടുള്ള അവരുമായി പങ്കുവച്ചിട്ടുള്ളതാണ്. ആ നിസ്സഹായരായ പാർട്ടിക്കാരും ആ നിസ്സഹായരായ പാർട്ടി ലീഡർഷിപ്പുമാണ് ഇന്നലെ മുദ്രാവാക്യം വിളിച്ചത്. അപ്പം അത് അങ്ങനെ ആ വഴിക്ക് പോയിക്കോട്ടെ. ഇതൊക്കെ കാലചക്രം ഇങ്ങനെ തിരിഞ്ഞു വരും. ആ തിരിഞ്ഞു വരുമ്പോൾ അതൊക്കെ എന്താ യാഥാർത്ഥ്യമാവും. അതുകൊണ്ട് ആ വിഷയത്തിൽ എന്നെ സംബന്ധിച്ച് ആദ്യമോ ഒരു പരാതിയോ ഒന്നുമില്ല. അവിടെ നിൽക്കുന്ന ഓരോരുത്തരെയും എനിക്കറിയാം, അവരുടെ മനസ്സിൽ എനിക്കറിയാം. മിനിയാന്ന് വരെ ഞാൻ എടുത്ത ഈ നിലപാടിനോടൊപ്പം നിന്നവരാ. 100%അല്ല, 1000%. നിങ്ങളെങ്കിലും ഉണ്ടായല്ലോ അനുറാക്ക, നിങ്ങളെങ്കിലും ഉണ്ടായാലും സഖാവേ,
എന്ന് പറഞ്ഞവരാണ്. അപ്പം അവരൊരു നിർബന്ധിത സാഹചര്യത്തിൽ ചെയ്യുന്നത്രേ ഉള്ളൂ. എം വി രാഘവൻ അന്ന് മന്ത്രിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്വരക്ഷയ്ക്ക് വേണ്ടി പോലീസ് വെടിവെച്ച് 3-4 സഖാക്കൾ മരണപ്പെട്ടു. ആ ഒരു സാഹചര്യത്തിൽ ഞാനൊരു സാധാരണ സഖാവിന് നമുക്ക് എന്ത് പ്രൊട്ടക്ഷനൊന്നുമില്ലല്ലോ. നമ്മളിവിടെ ഈ സഖാക്കൾക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രൊട്ടസ്റ്റിന് വേണ്ടിയിട്ട് അവർ തയ്യാറാകാത്തതിന് ചിലപ്പോൾ അങ്ങനെ ഒരു ആലോചന ഉണ്ടാവുമായിരിക്കും, നമുക്കറിയില്ല. അല്ല, രാജി എന്നോട് ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല. അവർക്ക് അങ്ങനെ പ്രത്യക്ഷത്തിൽ വരാൻ കഴിയില്ല. കണ്ണുരുട്ടി പേടിപ്പിക്കും, റേഷൻ കാർഡ് വെട്ടും. ഈ പറയുന്ന ലൈഫ് പദ്ധതിയിൽ വീടിൽ ലിസ്റ്റിലാണ് ഒരുവിധ ആളുകൾ. നിങ്ങളുടെ വീട് പോകും. കുട്ടികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഒരു അഡ്മിഷന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു പാവപ്പെട്ട സഖാവുണ്ടാവും. തനിക്ക് ഓർമ്മ ഉണ്ടായിക്കോ എന്ന് പറയും. അങ്ങനെ കണ്ണുരുട്ടി ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ ഒരു കക്കൂസ് കുഴി കുത്താൻ പഞ്ചായത്തിന്റെ സഹായം തേടി നിൽക്കുന്ന പാവപ്പെട്ട സഖാക്കളാണ് ഈ പാർട്ടിയിലുള്ളത്. ആ സർക്കാരിന്റെ സഹായം കിട്ടിയിട്ട് വേണം ആ കക്കൂസിന്റെ കുഴി അവർക്ക് കുത്താൻ. വേറൊരു മാർഗമില്ല. അവരെങ്ങനെ ഇറങ്ങി വരും? അല്ല, ഞാൻ പറയട്ടെ, അവരെങ്ങനെ ഇറങ്ങി വരും? എനിക്കതറിയാം. ഞാൻ ഒരാളെയും അതിന് വിളിക്കാത്തത് അതുകൊണ്ടാണ് ഞാൻ ഒറ്റയ്ക്ക് ഒരു ജീപ്പിന്റെ മുകളിൽ കയറി നിന്ന് പ്രസംഗിക്കുമെന്ന് ഞാൻ പറയുന്നത്. അതവർക്ക് കേൾക്കാലോ. അപ്പം അതിൻ്റെ ഒരു എഫക്റ്റ് നമുക്കത് നോക്കാം. അല്ലാതെ സഖാക്കൾ നന്നായിട്ട് പൊളിഞ്ഞു കെട്ടി വരുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ ബാരിക്കേഡുകളില്ലാത്ത കുറേ ആളുകൾ ഈ നാട്ടിലുണ്ട്. ഇനി ബാരിക്കേഡ് ഉണ്ടെങ്കിൽ തന്നെ അതിനെ മറികടക്കാൻ ശേഷിയുള്ള മനസ്സുള്ളവരുണ്ട്, പൊതുസമൂഹമുണ്ട്. അവരൊക്കെ വരുമായിരിക്കും. അല്ല, ഇപ്പം നമ്മൾ ചോദിച്ചില്ല, ഇതുവരെ ഈ പറയുന്ന 7.25 കൊല്ലവും അല്ലെങ്കിൽ ഒരു 7 കൊല്ലവും ഇത്തരത്തിലുള്ള ഒരു പ്രതിസന്ധി ആദ്യത്തെ 5 കൊല്ലം സ്മൂത്തായിട്ടാണ് പോയത്. ഇനി യാതൊരു തർക്കമില്ല. ഞാനീക്ക് നിലമ്പൂർ ചില കാര്യങ്ങൾ പറയേണ്ടത് ഇപ്പോൾ അഡ്വാൻസായി പറയുന്നില്ല. അപ്പോൾ അതിനുശേഷമുള്ള ഈ 3 കാലങ്ങൾ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ഉണ്ടല്ലോ, എന്താണ് EN മോഹൻദാസ്, അദ്ദേഹം 2 ദിവസമായിട്ട് സ്റ്റേറ്റ്, ഞാൻ ഇന്നലെ രാത്രിയാണ് കാണുന്നത്. സത്യം ഞാൻ കണ്ടിട്ടില്ല, കാരണം ഞാൻ ഇതൊന്നും കേൾക്കുന്നില്ലല്ലോ. അപ്പം എന്നെ ഒരു സഖാവ് വിളിച്ചിട്ട്, സഖാവെ നിങ്ങളത് കേൾക്കണം എന്നാണ് അയച്ചെന്നാ. അപ്പോൾ അത് നാളെ ഞാനൊന്ന് വിശദീകരിക്കുന്നുണ്ട്. നാളെ EN മോഹൻദാസ് എന്താണെന്നുള്ളത് ഇവിടുത്തെ പാവപ്പെട്ട സഖാക്കൾക്ക് അറിയില്ലല്ലോ. നമ്മളൊന്നും ഒരാളുടെയും വ്യക്തിഹത്യ നടത്താനോ മോശപ്പെടുത്താനോ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. അവർക്കെതിരെ പാർട്ടി സഖാക്കൾ വിഷമം പറയുമ്പോൾ നമ്മളത് കോമ്പൻസേറ്റ് ചെയ്ത് വിടില്ല. അപ്പൊ ഇദ്ദേഹം ഈ പറയുന്ന മോഹൻദാസ് ഇത്ര തരം തോന്നാനാണ് എന്ന് എനിക്ക് ആദ്യം അറിയാം. അദ്ദേഹത്തിന് വേറൊരു ആംഗിളാണ്. പക്ഷെ അദ്ദേഹം എത്രത്തോളം തരം താഴാൻ ഒരു പാർട്ടി സെക്രട്ടറിക്ക് പറ്റുമോ എന്നുള്ളത് ഇന്നലെ കണ്ടിട്ടുണ്ട്. അത് എനിക്ക് സഖാക്കളോട് സംസാരിക്കാനുള്ളത്. വിത്ത് എവിഡൻസ് ഇല്ല ഒന്നും പറഞ്ഞില്ലല്ലോ. സഖാക്കളുടെ മുന്നിൽ അത് അവതരിപ്പിക്കും, ഞാൻ പ്രസംഗിക്കും. ചില സംഗതികൾ സ്ക്രീനിലുണ്ടാവും, കാണിക്കേണ്ടതുണ്ട്. അത് എന്നെ കള്ളനാക്കിയിട്ടുള്ള, എന്നെ പ്രതിസന്ധിയിലാക്കിയിട്ടുള്ള കാര്യമാണ്. അതിൻ്റെ വാസ്തവമാണ്. അല്ലാതെ പാർട്ടിക്കെതിരായിട്ടുള്ള തെളിവോ കാര്യങ്ങളോ ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, ഇനിയിപ്പോൾ എന്തൊക്കെ ചെയ്താലും പശ്ചിമ ബംഗാളിൻ്റെ ഒരു അവസ്ഥയിലേക്ക് ഈ പാർട്ടി പോകാൻ പാടില്ലെന്ന് വിശ്വസിക്കുന്നവനാണ്. ഈ നാട്ടിൽ കമ്മ്യൂണിസ്റ്റുകാരൻ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവനാണ്. അപ്പം അതിൻ്റെ അടിത്തറക്ക് മാന്തുന്ന ഒരു രാഷ്ട്രീയമായിട്ട് നമ്മൾ ഒരിക്കലും പോകില്ല. കാരണം ഈ കെട്ടകാലത്തിൽ നിന്ന് നല്ലൊരു നേതൃത്വത്തിലേക്ക് ഒരു പക്ഷേ ഇത് തിരിച്ചു വരുമ്പോൾ ഇവിടെ ഈ പറയുന്ന ഫാസിസത്തെയും മുതലാളിത്തത്തെയും ഒക്കെ ചെറുക്കാൻ ഒരു സോഷ്യലിസ്റ്റ് ആശയക്കാരി ഈ നാട്ടിലുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. അതുകൊണ്ട് അതിലേക്കൊന്നും ഞാൻ പോകില്ല. എനിക്കെതിരെ ഉയർത്തുവിടുന്ന സംഗതികൾ ഞാനല്ലാതെ ഡിഫെൻഡ് ചെയ്യാനില്ല. ആ കാര്യങ്ങളായിരിക്കും, അത്രേ ഉള്ളൂ. ഒരു പ്രയാസമില്ല. എന്തിനാ നമ്മൾ പ്രയാസപ്പെടുന്നത്? ഇതൊക്കെ പ്രപഞ്ച സത്യം പോലെ അവിടെ അറിയുന്നതല്ലേ. നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ LDFന് എത്ര സീറ്റാണ് ഉണ്ടായിരുന്നത്? ഞാൻ വരുമ്പോൾ CPIക്ക് 2ഉം CPMന് 3, 5 സീറ്റാണുള്ളത്. 33-ൽ 28 സീറ്റാണ് നമ്മൾ ഓവർകം ചെയ്തുകൊണ്ട് ആ 3ലേക്ക് UDF പോയി. മുസ്ലിം ലീഗിന് ഒരു സീറ്റ് പോലും, ഒരു കൗൺസിലർ പോലും ഇല്ലാത്ത മുനിസിപ്പാലിറ്റിയാണ് നിലമ്പൂർ. അതെങ്ങനെയായിരുന്നു എന്നൊക്കെ അറിയില്ലോ. ആ മുനിസിപ്പാലിറ്റിയിലെ 9,000-ഓളം വീട് ഞാൻ ഒറ്റയ്ക്ക് കയറിയവനാ. കാരണം ആ മുനിസിപ്പാലിറ്റി മറിയൽ അന്ന് വേറൊരു ആവശ്യമായിരുന്നു. ഞാൻ അത്ര റിസ്ക് എടുത്തത്. ജില്ലാ ആശുപത്രിക്ക് വികസനത്തിന് സ്ഥലമില്ല. അതിനാവശ്യമായ സ്ഥലം അവിടെ സ്കൂളിലാണ്, തൊട്ടടുത്ത് ചാരി സ്കൂളാണ് നിൽക്കറിയാം. അതിൽ നിന്ന് ഒരു 1 ഏക്കർ ലാൻഡ് സ്കൂളിൽ ഹോസ്പിറ്റലിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ മുനിസിപ്പൽ ചെയർമാൻ മുനിസിപ്പാലിറ്റി ബോർഡ് മീറ്റിംഗ് തീരുമാനം എടുക്കണം. അപ്പോൾ ഞാൻ ആര്യാടനുമായിട്ടുള്ള ഫൈറ്റിന്റെ ഭാഗമായി ഷൗക്കത്തൂർ നിലക്കൊന്നും സമ്മതിക്കില്ല. അപ്പോൾ മുനിസിപ്പാലിറ്റി മാറിയെങ്കിലേ ആശുപത്രി വികസിക്കുള്ളൂ. മുനിസിപ്പാലിറ്റി മാറി LDFന് അനുകൂലമായ ഒരു ഭരണസമിതി വന്നെങ്കിൽ സ്കൂളിന്റെ സ്ഥലം വിട്ടുതരാനുള്ള ശുപാർശ മുനിസിപ്പാലിറ്റി തരുള്ളൂ.
അത് വലിയൊരു വൈകാരികമായ പ്രശ്നമാണ്. അതോടൊപ്പം MLA എന്ന നിലക്ക് എന്നെ മൂവ് ചെയ്യിക്കാൻ പറ്റാത്ത രീതിയിൽ ഷൗക്കത്തും ടീമും അവിടെ അന്നത്തെ പറയുന്ന അത് അവരുടെ രാഷ്ട്രീയം, ഞാൻ കുറ്റം പറയില്ല. സ്വാഭാവികമായിട്ടും നമ്മളാണെങ്കിൽ പ്രതിരോധം തീർക്കും. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം എനിക്കുണ്ടായിരുന്നു. ഇതാണ് നമ്മൾ ജനങ്ങളോട് സംസാരിച്ചത്. അങ്ങനെയാണ് മുനിസിപ്പാലിറ്റി അടിയോടെ മറിഞ്ഞിട്ട് നേരെ തിരിച്ച് 28 സീറ്റോട് കൂടിയിട്ടോ 29 സീറ്റോട് കൂടിയിട്ടോ LDF അധികാരത്തിൽ വരുന്നത്. അത് ജനങ്ങൾ തന്ന അംഗീകാരമാണ്. ഈ അധ്വാനത്തിൻ്റെ ഫല അത് പാർട്ടി പ്രവർത്തകർ അധ്വാനിച്ചിട്ട് തന്നെയാണ്. എൻ്റെ കൂടെ നടക്കുന്നവരല്ലേ. ഞാനത് നേതൃത്വം നൽകി, അത്രേ ഉള്ളൂ. ഞാൻ ജീവിക്കുന്നത് 2 ചായ, 10 മണി കുറച്ച് കഞ്ഞിട്ടിയാൽ കുടിക്കും, കുറച്ച് ചോറ്, രാത്രി എന്തെങ്കിലും ഭക്ഷണം കഴിച്ചാൽ ഞാൻ ജീവിക്കും. ഞാൻ സോഷ്യൽ മീഡിയൻ്റെ എന്താ പറയുക ലൈക്കാ എന്നോട് ജീവിക്കുന്നതല്ല. അപ്പം അത് കണ്ടിട്ട് ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടില്ല. ആ ലൈക്കുകൾ നമുക്കറിയാം എല്ലാവരുടെയും. അത് എന്താ പറയുക, ഏറ്റവും ആവേശകരമായ ആവേശമുള്ള ചെറുപ്പക്കാരാണ് ആ പ്രതികരണത്തിന് മുന്നിലുണ്ടാവുക. അത് അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ടാവും. അവർ പോകുന്നൊരു ആശയത്തിൽ നിന്ന് വ്യതിചലിക്കുമ്പോൾ അവർ തിരിച്ചു ചെയ്യും, ഉറപ്പാണ്. അതിന് അവരെ കുറ്റം പറയാൻ പറ്റില്ല. എനിക്ക് അവരെ പറ്റി പരാതിയില്ല. ഇതൊക്കെ നാച്ചുറലായിട്ട് ഈ നാട്ടിൽ നടക്കുന്ന സംഗതിയാണ്. അയ്യോ എന്നെ ബ്ലോക്ക് ചെയ്തല്ലോ, എന്നെ അൺഫ്ലോ ചെയ്തല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ബേജാറാവണ്ട. ഇത് ലൈക്ക് അടിക്കുമ്പോൾ നമ്മൾ കൈയടിച്ച് അത്ര പ്രോത്സാഹിപ്പിക്കാൻ നിന്നിട്ടില്ല. എനിക്ക് പൊളിറ്റിക്കലായിട്ടൊരു ആംഗിൾ ഉണ്ട്. അതിപ്പോൾ ഞാൻ ഈ പറഞ്ഞു വരുന്ന ഈ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ, നേതാക്കളിൽ ഒരു വിഭാഗം തമ്മിലുള്ള പൊളിറ്റിക്കൽ നെക്സസ്. ആ നെക്സസ് നിങ്ങൾക്ക് നാളെ ഞാൻ കാണിച്ചു തരാം. ഈ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി പറയാണ്, എന്താ പറഞ്ഞു, എന്തൊക്കെയോ പറഞ്ഞു. അത് പോട്ടെ, കോൺഗ്രസ് ഓനെടുക്കൂല, ഓനെ തട്ടി. ലീഗ് ഓനെടുക്കൂല, ഒരിക്കലെ വേണ്ട, ഞങ്ങൾ ആദ്യം പുറത്താക്കി. ഓൻ എങ്ങോട്ടാ പോവുക? അൻവർ ഒറ്റയാണ്, ഓൻ എങ്ങോട്ടാ പോവുക? എപ്പോ കേൾക്കണോ? ഇപ്പൊ കേൾക്കണോ? അപ്പൊ എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി തീരുമാനിക്കുക, ഞാൻ കോൺഗ്രസ്സുകാർ എടുക്കൂല, സെറ്റിലാക്കി. ലീഗ് വഴി സെറ്റിലാക്കി, ഓലെടുക്കൂല. ഇനി ഓൻ അങ്ങട്ടാ പോണേ? പിന്നെ ഇതൊന്നും നിങ്ങൾ കണ്ടിട്ടില്ലേ? രാവിലെ ഉറഞ്ഞ് തുള്ളുന്നുണ്ടില്ലേ? ഞാൻ തരാം. ഒരു 10-25 മിനിറ്റ് ഉണ്ട്. അതിന്റെ അടിയിൽ എവിടെയാ അറിയില്ല, സമയം പോകും. അല്ല ഒരു മിനിറ്റിന്ന്. അപ്പൊ അദ്ദേഹത്തിന് എന്താണ് സംഗതി? ഇതാ പറയുന്ന ഒരു വിഭാഗത്തിന്റെ നെക്സസ് എന്ന്. ഇനി അദ്ദേഹം ഇത് പറയാൻ വേറൊരു കാരണമുണ്ട്. അത് നമുക്ക് അവിടെ പറയാം, മനസ്സിലായില്ലേ? അത് നമുക്ക് നിലമ്പൂരിലെ ജനങ്ങളോട് പറയാം. എന്റെ ബൈപ്പാസ് ബ്ലോക്ക് ആക്കിയത് എന്തിനാണ് നിങ്ങൾക്കറിയാം. ലോകം മുഴുവൻ മഹേഷൊക്കെ എത്ര റിപ്പോർട്ട് ചെയ്ത്, എത്ര എന്നോട് പേഴ്സണലായി ചോദിച്ചു, എന്താണ് ഈ ബൈപ്പാസ് മാത്രം നാട് മുഴുവൻ വികസിക്കുന്ന എല്ലായിടത്തും റോഡ് 150 കോടിന്റെ എന്താ പറയാ, നമ്മുടെ ഈ പറയുന്ന മലയോര ഹൈവേ ഒക്കെ നിലമ്പൂർ കൂടെ കടന്നു പോവുക. ജനങ്ങൾക്ക് ഇതൊക്കെ മുമ്പുള്ള ആദ്യത്തെ ഗവൺമെന്റിന്റെ പദ്ധതി നടക്കുന്ന കേട്ടോ. ഈ 2021 ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ശേഷം എന്തെങ്കിലും നിങ്ങൾ നിലമ്പൂർ നടന്നോ നോക്കി. നിങ്ങൾ ഈ ആശുപത്രിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ 9,000 വീട് കയറിയെന്ന് പറഞ്ഞു. ആ സ്ഥലം മുനിസിപ്പാലിറ്റി വിട്ടു തന്നിട്ട് കാലത്രയായി. ഇപ്പോഴും സർക്കാരിൽ നിന്നൊരു ഓർഡർ തരാൻ സർക്കാരിന് സാധിച്ചിട്ടില്ല. എന്താ വരാത്തത്? ഞാൻ നിങ്ങളോട് വിശദീകരിക്കും. കോളേജ് 2016 തൊട്ട് 2021 വരെയുള്ള UDF LDF ഭരണകാലത്ത് കിട്ടിയ കോളേജാ. സ്ഥലം വാങ്ങിക്കൊടുത്തിട്ട് 2020 ലാസ്റ്റ് സ്ഥലം കൈമാറി കൊടുത്ത. എന്താണ് ആ കോളേജ് വരാത്തത്? എന്താ വരാത്തത് നിലമ്പൂര്? ഇതൊക്കെ നടക്കുമ്പോൾ ഈ 3 ജനങ്ങൾക്ക് അത്യാവശ്യമായ പദ്ധതി എന്തുകൊണ്ട് നിലമ്പൂരില്ല? ആരാതിന് തടസ്സം നിന്നത്? ഈ ജില്ലാ സെക്രട്ടറിയാണ്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും നിലമ്പൂരിലെ ജനങ്ങളോട്. 300ഓളം കുടുംബങ്ങളാണ് ഭൂമി വിട്ടുകൊടുത്തിട്ട് 19 കൊല്ലമായിട്ട് മേലോട്ട് നോക്കി നിൽക്കുന്ന ഒരു പൈസ കിട്ടാതെ. അപ്പൊ അതിന്റെ പിന്നിൽ വേറൊരു അജണ്ട ഉണ്ടായിരുന്നു. ആ അജണ്ട ഞാൻ വിശദീകരിക്കും. PV അൻവർ ഈ നിയമസഭയിൽ എത്തരുത് എന്ന ഉദ്ദേശം ഈ പറയുന്ന ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർക്ക് ഉണ്ടായിരുന്നു. അതൊരു വാസ്തവമാണ്. ദയവായി നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്ക്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ ഒരു നേതാക്കന്മാരും നിലമ്പൂരിൽ ഇലക്ഷൻ പ്രചരണത്തിൽ വന്നിട്ടുണ്ടോ? പിണറായി സഖാവ് വന്നിട്ടില്ല, കോടിയേരി സഖാവ് വന്നിട്ടില്ല, എളമരക്കരി സഖാവ് വന്നിട്ടില്ല. പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരാളും നിലമ്പൂരിലേക്ക് വന്നിട്ടില്ല. ഞാനും പാവപ്പെട്ട സഖാക്കളും മാത്രമാണ് നിലമ്പൂരിൽ പോരാടിയത്. ഈ പറയുന്ന ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ പ്രബലമായൊരു ടീം, ലീഗിന്റെ പ്രബലമായൊരു ടീം, ഇവരെല്ലാം ഒരുമിച്ച് നിന്ന് എന്നെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ
സംസ്ഥാന തലത്തിൽ ഒരു നേതാവ് പോലും നിലമ്പൂരിൽ എന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വന്നിട്ടില്ല. നമ്മളിതൊന്നും ഇതുവരെ ഒരാളോട് പറഞ്ഞിട്ടില്ല. മനസ്സിലായോ? അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനല്ല ഉദ്ദേശിച്ചത്. ഇപ്പം ഇതിനൊക്കെ നേതൃത്വം നൽകിയവൻ ഇവിടെ വന്നിട്ട് വേറെ ആരെങ്കിലും അച്ചാരം പിടിച്ചിട്ട് TV അൻവറിനെ ചവിട്ടി തേക്കാന്ന് വിചാരിച്ചാൽ അതിന് EN മോഹൻദാസ് വളർന്നിട്ടില്ല. ഇനി അതൊരു തർക്കമില്ല. അദ്ദേഹത്തിന്റെ കമ്മ്യൂണിസം എന്താണെന്നും അദ്ദേഹത്തിന്റെ നിലപാടുകൾ എന്താണെന്നും നമുക്ക് സംസാരിക്കാം. എനിക്ക് ആ വിഷയം പറയാനുള്ളത് മലപ്പുറം ജില്ലയിലെ പാവപ്പെട്ട സഖാക്കളോടാ. വിശദീകരിക്കേണ്ടി വരും. അപ്പൊ ഇതൊക്കെ ഒരു പച്ചയായ യാഥാർത്ഥ്യമായി നിലമ്പൂർ ജനതയുടെ മുന്നിൽ നിൽക്കുക. ആകെ ആശ്രയിക്കാൻ ഒരു ആശുപത്രിയാണ്. 25 കോടി റുപ്യ കിട്ടിയിട്ട് കൊല്ലം 4 ഒരു സെന്റ് ഭൂമി വിട്ടുതരാൻ ഇപ്പൊ അതിൽ റോഡ് ഉണ്ടാക്കാൻ ഈ എന്താ പറയാ ഫയർ സർവീസിന് പോകാൻ സ്ഥലാവസാനം വിട്ടു. ഇപ്പൊ കെട്ടുന്ന ബിൽഡിങ്ങിന്റെ കിഴക്ക് ഭാഗത്ത് ഒരു 5 മീറ്ററുള്ള ആ സ്കൂളിന്റെ ഗ്രൗണ്ടിന്റെ സൈഡിൽ കൂടെ ഈ ബിൽഡിംഗ് ചുറ്റിപ്പോകാൻ ഒരു ഫയർ എക്സിറ്റ് കിട്ടിയാൽ ആ 25 കോടി റുപ്യയുടെ ബിൽഡിംഗ് അവിടെ വരും. ഒരു NOC വേണ്ട ഇവിടുന്ന് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്. എത്ര പണിയെടുത്താലും നീങ്ങൂല, എന്ത് ചെയ്താലും നീങ്ങില്ല. അപ്പൊ എന്താ ഉദ്ദേശം? 21 ശ്രമിച്ചു, നടന്നില്ല. ഇനി 26 ഈ ചങ്ങാതി. കാരണം ബൈപ്പാസ് ഇല്ലാതെ ജനങ്ങളെ എനിക്ക് ഫേസ് ചെയ്യാൻ കഴിയില്ല. അവർക്ക് അറിയാം. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടില്ല, ബൈപ്പാസ് വിഷയം തീർത്തില്ലെങ്കിൽ ഞാൻ മത്സരിക്കില്ല എന്ന് പാർട്ടിയുടെ മുന്നിൽ എഴുതി കൊടുത്തിട്ടുണ്ട് ഞാൻ. അപ്പൊ എന്താ, നമ്മൾ സതുദ്ദേശത്തോട് ചെയ്യുക. അപ്പൊ അവിടെ എന്താ, അത് ശരിയാ ബന്ധം മുപ്പരി അത് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക. നിലമ്പൂരിലെ ജനതകളോട് പലതും പറയാനുണ്ട്. ഇപ്പൊ ആ കെട്ടിടം നിലമ്പൂർ കോളേജ് എത്ര കൊല്ലം എല്ലായിടത്തും കോളേജായി. ഭൂമി എടുത്തു കൊടുത്തിട്ട് 6 കൊല്ലായി. പൂക്കോട്ടുപാടം ഗവൺമെന്റ് കോളേജ് ഇപ്പൊ അവിടെ വാടക ബില്ലിൽ നടത്തുകയാണ്. ഭൂമി കിട്ടാത്തല്ല, ഭൂമി കൊടുത്തിട്ട് 6 ആയി. ഇതിന്റെ സർവേ നടക്കൂല. എന്ന് നോക്കിയാലും സർവേ, ഈ സർവേ അങ്ങോട്ട് പോകും, അത് തിരുവനന്തപുരത്ത് ഇങ്ങോട്ട് കെട്ടും, പിന്നെ ഒരു ക്ലാരിഫിക്കേഷൻ അങ്ങോട്ട് കെട്ടും. ബൈപ്പാസ്, നിലമ്പൂർ ബൈപ്പാസ്, ഈ പറയുന്ന ജില്ലാ ആശുപത്രിയുടെ സ്ഥലം വിട്ടുകെട്ടല്, കോളേജ്, 3 ഈ ചങ്ങാതി ഈ EN മോഹൻദാസ് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു. വേറെ ആരുമില്ല. ഇനി അവിടെ തീർന്നിട്ടില്ല. ഇയാൾ ഒരു എന്താ പറയാ, ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ മേലിൽ ഞാൻ എന്താ പറയാ RSS ബാന്ധവം ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ക RSS അവൻ. ഞാൻ തെളിവേം പറഞ്ഞുതരാം. എന്നോടുള്ള വിരോധം എന്താ? ഈ ജില്ലാ സെക്രട്ടറിക്ക് ഞാൻ 5 നേരം നിസ്കരിക്കും. അതായത് സഹിക്കില്ല. മലപ്പുറത്തെ ഈ സുജിത്ദാസിന്റെ ഈ വിഷയം, ഈ ഒരു കമ്മ്യൂണിറ്റിയെ ഇങ്ങനെ ക്രിമിനൽ വരിക്കുന്നത് ശരിയല്ല. DCS നിങ്ങൾ ഇടപെടണം. എത്ര വട്ടം ഞാൻ പോയി പറഞ്ഞിട്ടുണ്ടെന്ന് ചോദിക്കും നിങ്ങൾ. നമുക്ക് പബ്ലിക്കായിട്ട് പറയാൻ വയ്യല്ലോ. ഞാനതാ ഇന്നലെ പറഞ്ഞു, എന്റെ വേലിക്കെട്ടുകൾ മാറ്റിത്തന്നു. ഈ ജിഫ്രി വിഷയം ഇവിടെ താനൂര് പച്ചയായ സത്യല്ലേ? എത്ര ന്യൂനപക്ഷങ്ങളുടെയാണ് ഈ പറയുന്ന മയക്കുമരുന്ന് കേസിൽ പ്രതിയാക്കിയിട്ടുള്ളത്? ഞാൻ അവരുടെ സംഗമം വിളിക്കാൻ പോവുക. നിരപരാധികളായ, ഞാൻ കള്ളക്കടത്ത് സംഘത്തിന്റെ പിന്നിലും PV അൻവർ ആയിക്കോട്ടെ, കുഴപ്പമില്ല. നിങ്ങൾക്കൊക്കെ ഈ ഇരിക്കുന്ന എല്ലാ മലപ്പുറത്തെ പത്രപ്രവർത്തകർക്കൊക്കെ ബോധ്യമുണ്ടല്ലോ എന്തെല്ലാം അനുഭവങ്ങൾ, ഏതെല്ലാം കുടുംബങ്ങൾ നിങ്ങൾ പോയി കണ്ട്. നിങ്ങൾക്കൊരു മനസാക്ഷി ഉണ്ടല്ലോ. ആ മനസാക്ഷിയിൽ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടല്ലോ ഇതിൽ കള്ളക്കളിയുണ്ട്. അപ്പൊ അതിൽപ്പെട്ട ആളുകളെ പുറത്തേക്ക് കൊണ്ടുവരാൻ പോവാണ്. ഇനിയിപ്പോ കള്ളക്കടത്തിന്റെ ഭാഗം കൂടി PV അൻവർ ആയിക്കോട്ടെ, ഇതെല്ലാം കൂടെ പറഞ്ഞ് ഇനി ജയിലിൽ തള്ളട്ടെന്ന്. അപ്പൊ EN മോഹൻദാസ് എന്ന് പറയുന്ന ഈ പറയുന്ന അദ്ദേഹത്തിനോടുള്ള മുസ്ലിം വിരോധം, മുസ്ലിം വിരോധത്തിൽ നിൽക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. മുസ്ലിം വിരോധികളെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. നിലമ്പൂർ മണ്ഡലത്തിന്റെ പ്രത്യേകത എന്താ? നിലമ്പൂർ മണ്ഡലത്തിന്റെ പ്രത്യേകത മലയോര മേഖലയാണ്. അവിടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ, എയ്ഡഡ് സ്ഥാപനങ്ങളിലും അൺഎയ്ഡഡ് സ്ഥാപനങ്ങളിലും മഹാഭൂരിപക്ഷം ക്രൈസ്തവ സഭകൾക്ക് കീഴിലുള്ളതാണ്. സ്വാഭാവികമായിട്ടും അവിടുത്തെ സ്കൂളുകളുടെയും ഈ പറയുന്ന കോളേജുകളുടെയൊക്കെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് സർക്കാരിന് MLA ഫണ്ടിൽ നിന്നും കൊടുക്കാവുന്ന ചില പണങ്ങളുണ്ട്. ഞാൻ പരമാവധി കൊടുത്തിട്ടുണ്ട് ഈ പറയുന്ന എല്ലാ സ്ഥാപനങ്ങൾക്കും. നമ്മളത് ജാതിയും മതവും നോക്കിയിട്ടല്ല കൊടുക്കുന്നത്. കാരണം ആ പ്രദേശത്തിന്റെ വെൽഫെയറിന് അവിടെ സർക്കാർ സ്ഥാപനങ്ങൾ കുറവാണ്. ഇവരാണിത് ചെയ്യുന്നത്. 2 പ്രാവശ്യം ഈ പറയുന്ന എന്താ പറയാ
EN മോഹൻദാസ് എന്നെ വാൺ ചെയ്തിട്ടുണ്ട്. പാർട്ടിയുടെ നയേ ഇത്തരത്തിലുള്ള മതന്യൂനപക്ഷങ്ങൾക്ക് സർക്കാരിന്റെ ഫണ്ട് കൊടുക്കലല്ല. അതുകൊണ്ട് നിങ്ങളത് നിർത്തണം. ഇവിടുന്ന് തിരുവനന്തപുരത്ത് കൊടുത്ത കത്ത് അതാത് ഡിപ്പാർട്ട്മെന്റുകളിൽ നേരിട്ട് വിളിച്ചു പറഞ്ഞ് ചവിട്ടിയിട്ടുണ്ട് ഈ ചങ്ങാതി. അറിയോ? ഞാൻ എയ്ഡഡ് സ്ഥാപനങ്ങൾക്ക് ഞാൻ അദ്ദേഹത്തോട് അതിനൊരു ന്യായീകരണം പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അതും കൂടെ പറയാം. നിങ്ങൾ എന്നെ പരിശോധിച്ച് നോക്കുക. നമ്മളെ നിലമ്പൂരത്തെ ഇവരൊക്കെ ഇവിടെ ഉണ്ടല്ലോ, പ്രശാന്തൊക്കെ ഇവിടെ ഉണ്ടല്ലോ. നിലമ്പൂരിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിങ്ങൾ മൊത്തം പരിശോധിച്ച് നോക്കിയാൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയില്ല ഭൂരിപക്ഷവും. ഇതെങ്ങനെ ഉണ്ടായതാ? ഈ പാവപ്പെട്ട മലയോര കർഷകര് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അവരുടെ ജീവിത പ്രശ്നവുമായി വന്ന് ഈ മലയോരത്ത് കൃഷി ചെയ്ത് ഇവിടെ ജീവിച്ച സാധുക്കളാ. അന്ന് ഈ സൊസൈറ്റിയെ നിലനിർത്താൻ എല്ലാ സ്ഥലത്തും ഒരു ചെറിയ ചർച്ച ഉണ്ടാവും, ചെറിയൊരു പള്ളി. ആ പള്ളിയോടൊപ്പം ഒരു പള്ളിക്കൂടവും എന്ന ക്രൈസ്തവ സഭകളുടെ ഒരു കൺസെപ്റ്റാണ് ഈ മലയോര മേഖലയിൽ മുഴുവൻ ഈ സ്ഥാപനങ്ങൾ ഉണ്ടാകാനുള്ള കാരണം. അവരുടെ വലിയ സംഭാവനയാണ്. സത്യത്തിൽ നമ്മുടെ മലപ്പുറം ജില്ലയിലെ കിഴക്കൻ ഏറനാടിന്റെ വിദ്യാഭ്യാസ പുരോഗതിക്ക് മുസ്ലിം കമ്മ്യൂണിറ്റിക്കും ഹൈന്ദവ കമ്മ്യൂണിറ്റിക്കും ഉണ്ടായിട്ടുള്ള പുരോഗതിയുടെ പിന്നിൽ ഇവരുടെ നിസ്വാർത്ഥമായ സേവനമാണ്. ഞാൻ ഈ DCSനോട് EN മോഹൻദാസിനോട് പറഞ്ഞു, DCS നിങ്ങൾ അങ്ങനെ പറയാൻ പാടില്ല. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ആ മലയോര മേഖലയിൽ ജീവിക്കുന്ന പാവപ്പെട്ട മനുഷ്യരാണ്. അവിടെ നിങ്ങൾ ജാതി മതവും കലർത്താൻ നിൽക്കില്ലേ. മാത്രമല്ല DCS നിങ്ങളൊന്ന് പോയി അന്വേഷിക്കുക. ഒരു സ്കൂളിൽ ഒരു ഫംഗ്ഷന് പോയ 500 കുട്ടികൾ പങ്കെടുക്കുന്ന ഒരു ഫംഗ്ഷന് ഈ ക്രൈസ്തവ സഭകൾ നടത്തുന്ന ആ ഫംഗ്ഷനിൽ നമ്മൾ പോയാൽ കാണാം 10% ക്രിസ്ത്യാനി കുട്ടികൾ ഉണ്ടാവില്ല. അത്രേ ഉള്ളൂ അവിടെ പോപ്പുലേഷൻ. അവര് അതിൽ 40% നെൽമൂരിനെ സംബന്ധിച്ച് ഹൈന്ദവ കുടുംബത്തിൽ നിന്ന് വരുന്ന മുസ്ലിം സമുദായത്തിൽ വരുന്ന കുട്ടികളാണ്. ഒരു 10-15 ക്രിസ്ത്യാനികളുള്ളത്. അവിടെയാണ് ഇവർ ഈ പണം ചെലവാക്കിയിട്ട് ഇവരെയാണ് വർഗീയവാദികൾ എന്ന് പറയുന്നത്. EN മോഹൻദാസിന്റെ മനസ്സ് നിങ്ങൾ നോക്കണം. ആ ക്രൈസ്തവ സഭകൾ അവരുടെ ക്രിസ്ത്യാനിറ്റി ഉണ്ടാക്കാനല്ല ഈ വിദ്യാഭ്യാസ സ്ഥാനം നടത്തുന്നത്. അവിടെ പഠിക്കുന്നതിൽ മഹാഭൂരിപക്ഷവും ഹിന്ദുക്കളും മുസ്ലിങ്ങളും. അപ്പൊ അതാണ് ഈ ചങ്ങാതിയുടെ നിലപാട്. ഇത് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ പാർട്ടിക്ക് ഒത്തു കൊടുത്തിട്ടുണ്ട്. സംസ്ഥാന കമ്മിറ്റിക്ക് ഈ പറയുന്ന അൻവർ ഒന്നും പറഞ്ഞില്ല, പാർട്ടി പറഞ്ഞില്ല എന്ന് പറയുന്നില്ലേ, ഈ നിലപാട് ശരിയല്ല എന്ന് പറഞ്ഞിട്ട്. ഇനിയിപ്പോൾ അടുത്ത കാലത്ത് മഹേഷേ, നിങ്ങൾക്കൊക്കെ അവിടെ DC ഒക്കെ ബന്ധമുണ്ടല്ലോ, അല്ല അത്യാവശ്യം ബന്ധമുണ്ടല്ലോ. പാർട്ടിയിലെ ഒരു ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ, ആകെ 4 ആളാണല്ലോ ജില്ലാ സെക്രട്ടേറിയറ്റ്, ആ പാർട്ടി ഓഫീസിൽ നിന്ന് ഈ പറയുന്ന DCSനെ ചവിട്ടാൻ നീട്ടിട്ട് പിടിച്ചു മാറ്റിയിട്ടുണ്ട്. നിങ്ങളൊന്ന് അന്വേഷിക്കും. ഒരുപാട് കാലം മുമ്പൊന്നുമല്ല. അതൊരു ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട സെക്രട്ടേറിയറ്റ് മെമ്പറാ. കോളറിന് പിടിച്ചു. നിന്റെ RSS സ്വഭാവം നിന്റെ വീട്ടിൽ കാണിച്ചാൽ മതി, പാർട്ടി ഓഫീസിൽ വേണ്ടിട്ടോ എന്ന് പറഞ്ഞു. സെക്രട്ടേറിയറ്റ് മെമ്പർ ഇപ്പൊ 5-6 മാസം മുമ്പ് നിലവിലുള്ള സെക്രട്ടേറിയറ്റ് മെമ്പർമാര്. അപ്പൊ അത്രത്തോളം RSS വൽകൃത മനസ്സുമായിട്ട് നിൽക്കുക. ഈ സുജിത് ദാസ് വിളിക്കുന്നത് ഞാൻ പുറത്തുവിടാത്ത ഫോണുണ്ട്, ഈ മോഹൻദാസിനെ പറ്റിയൊക്കെ പറയുന്നത്. അങ്ങോരെ എന്തോ നല്ല മനുഷ്യനാന്നേ. എനിക്ക് അങ്ങോരെ കാണുമ്പോൾ തന്നെ എന്തോ ഒരു മനസമാധാനം എന്നറിയോ. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അങ്ങോര് പരിഹരിച്ചു തരും. എങ്ങനെയുണ്ട് പുറത്തൊക്കെ വിടണേൻ? ഇറങ്ങി ഓടേണ്ടി വരും EN മോഹൻദാസ് പാർട്ടി ഓഫീസിൽ നിന്ന്. എന്നെ കൊണ്ട് വിടിയിക്കരുത് പലതും. ഇന്നലെ അവൻ പറയുന്നുണ്ടല്ലോ, ഏതെങ്കിലും മനുഷ്യന്മാർ ചെയ്യോ ഫോൺ ചോർത്തൽ? ഇത്ര വൃത്തികെട്ട സ്വഭാവം ഉണ്ടോ? എന്താണ് ആ ഫോണിൽ പറയുന്നതെന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ചോർത്തിയതാ പ്രശ്നം, അതിൽ പറഞ്ഞത് ആർക്കും പ്രശ്നമില്ല. ഈ സമൂഹത്തെ, ഈ നാടിനെ കുട്ടിച്ചോറാക്കാൻ നടക്കുന്ന ഡയലോഗ് അടിക്കുന്നത് ഈ ADGPയെ കുറിച്ച് ഞാനല്ല പറഞ്ഞത്. ആദ്യം ഈ IPS ഉദ്യോഗസ്ഥനായ സുജിത് ദാസ പറഞ്ഞത്. ആള് കൊള്ളക്കാരനും കള്ളനുമാണ്, വേണ്ടി വന്നാൽ കൊല്ലിക്കുന്നു എന്ന് പറയുന്നത്. ഞാനിത് കംപ്ലീറ്റ് ആളുകളെ ഒന്നുകൂടി റെഫ്രഷ് ചെയ്യട്ടെ, ഞാൻ വിട്ടുതരാം. എന്നിട്ട് ആരാ ഇവിടെ ശശിധരനെ കുറിച്ച് പറയുന്നത്? അദ്ദേഹം മണ്ണും മണലും പിടിച്ച് അതിന് പോവാണ്. DGP സാറ് അദ്ദേഹത്തിന്റെ കൊള്ളയും എന്താ പറയാ, കൊള്ളയും കള്ളക്കടത്തും സുഖമായിട്ട് നടത്തുന്നു, കൊട്ടേഷന്. ഞാനാ പറഞ്ഞ് അതിന് EN മോഹൻദാസിന് ഒരു കുഴപ്പമില്ല. ഞാൻ ഈ പൊതുസമൂഹത്തിന് അത് കേൾപ്പിച്ചിട്ടില്ലെങ്കിൽ എന്താ സ്ഥിതി? നിങ്ങളിപ്പോൾ ഈ കുഴലും പിടിച്ചിൻ്റെ അടുത്തേക്ക് വരുമോ?
ഈ സമൂഹം ഈ വിഷയം സീരിയസ് ആയി ഏറ്റെടുത്തത് അതിനുശേഷല്ലേ. എന്നിട്ട് അത് കിടന്നിട്ട് ഇങ്ങനെ കോമരം തുള്ളണ മാതിരി തുള്ളുക. ഇ എൻ മോഹൻദാസ് മരുമനെ പറ്റി പറഞ്ഞേ, മരുമകനെ മാതിരി അങ്കിളല്ലേ, അങ്കിൾ അങ്കിൾ. അപ്പം ഇ എൻ മോഹൻദാസ് ഒന്നും വല്ലാതെ പതറണ്ട. ഈ പാവപ്പെട്ട പാർട്ടി സഖാക്കളുടെ മുന്നിൽ തെളിവടക്കാൻ കൊടുക്കും. ഈ ചങ്ങാതിക്ക സിന്ദാബാദ് കളക്കുന്നത് രാപ്പകലും RSSന് വേണ്ടി പ്രവർത്തിക്കുക ഈ ജില്ലയിൽ, ഈ കമ്മ്യൂണിറ്റിയെ തകർക്കാൻ. ഇതെന്തിപ്പോ പറയുന്നു വെക്കും. ഇതൊക്കെ തന്നെ അതിലെ വിഷയം. ഈ കഴിഞ്ഞ 2-3 കൊല്ലമായിട്ട് തിരുത്താൻ തയ്യാറില്ല. ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ പിന്നെ ഒരു ADGP പൂരം കലക്കിയത് തെരഞ്ഞ് നിങ്ങൾ നടക്കണ്ട. അതിന്റെ റിപ്പോർട്ട് നിങ്ങൾ എന്തിനാവശ്യം മുഖ്യമന്ത്രിക്ക് ADGPനെ വിളിച്ചിട്ട് താൻ പോയിട്ടുണ്ടോ ചോദിച്ചാൽ തീരുന്ന പ്രശ്നമില്ലത്. എന്തിനാ ഈ അന്വേഷണം? ഞാൻ ചോദിക്കട്ടെ. ഇത് അല്ല, ഒരു ഒറ്റ മിനിറ്റ് ജനങ്ങളൊന്ന് ആലോചിക്കണ്ടേ? എന്താ അതിൽ കാര്യം? എന്തിനാ എത്ര വലിയ അന്വേഷണ കമ്മീഷൻ? ADGPയെ മുഖ്യമന്ത്രി നേരിട്ട് വിളിച്ചിട്ട് താൻ പോയിരുന്നടോ, നീ ഇങ്ങനെ RSSകാരെ പോയി കണ്ടിരുന്നോ? ആ സർ കണ്ടിരുന്നോ. നീ എന്തിനാ കണ്ടത്? ആ ചോദ്യത്തുമ്പോ തീരൂലേ? ഇനിയിപ്പോ അദ്ദേഹത്തിന് ഇനിയിപ്പോ ഒളിഞ്ഞും മറിഞ്ഞും പോകണമെങ്കിൽ എന്താണ് ഇപ്പൊ ഒരു ADGPക്ക് ഒരു പൊളിറ്റിക്കൽ ലീഡറെ പബ്ലിക്കായി കണ്ടൂടെ? ഈ വല്ല വിവാദം ഉണ്ടാവോ? തൃശ്ശൂർ ടൗണിൽ നിന്ന് കണ്ടൂടെ? തിരുവനന്തപുരത്ത് നിന്ന് കണ്ടൂടെ? ജനങ്ങളുടെ മുന്നിൽ വെച്ച് കണ്ടൂടെ? അപ്പൊ മുഖ്യമന്ത്രിക്ക് നേരിട്ട് ഒരു ചോദ്യത്തുമ്പോ തീരുന്ന വിഷയം ഈ മനുഷ്യരെ മുഴുവൻ മൂക്കുത്തി വട്ടപ്പാലം ചുറ്റിച്ചിട്ട് ഇനിയിപ്പോ അന്വേഷണ റിപ്പോർട്ടും കാത്തിരിക്കുക നിങ്ങൾ. ഞാൻ കാത്തിക്കുന്നു കേട്ടോ. ഞാൻ കാത്തിരിക്കുന്നേയില്ല. കാത്തിരിക്കുന്നവർ വിഡ്ഢികൾ. ഇനിയിപ്പോ എന്താ ചെയ്യാൻ പോകുന്നത്? ഇദ്ദേഹത്തെ ഒന്ന് എടുത്ത് ആ തൽസ്ഥാനത്ത് നിന്ന് മാറ്റി ശക്തമായ നിലപാട് ഗവൺമെന്റ് എടുത്തതല്ലേ? ഈ കസാലിൽ നിന്ന് എടുത്തിട്ട് ഞാൻ ഈ കസാലിൽ ഇരുന്നിട്ട് അപ്പുറത്തെ കസാലിക്ക് ഇരുത്തുക. ഈ നാടകത്തിലല്ലേ കാത്തിക്കുന്നത്? സസ്പെൻഡ് ചെയ്ത് PHQയുടെ കോമ്പൗണ്ട് അവൻ കയറാൻ പാടില്ല. ഈ നൊട്ടോറിയസ് ക്രിമിനൽ അതിന് സസ്പെൻഡ് ചെയ്യണം. പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്ന PHQയുടെ അകത്തേക്ക് കയറരുത്. ഒഫീഷ്യൽ ഫോണും നെറ്റും കമ്മ്യൂണിക്കേഷനും വാങ്ങി DGPയുടെ വെക്കണം. എന്നിട്ട് സസ്പെൻഡ് ചെയ്തിട്ട് വീട്ടിൽ പോയി ഇരിക്കുന്നു പറയണം. എന്നിട്ട് സത്യസന്ധമായ ഓഫീസർമാരുണ്ടെങ്കിൽ ഇതൊന്ന് അന്വേഷിക്കട്ടെ. അത് ചെയ്യാത്തത് കൊണ്ടാണ് ബഹുമാനപ്പെട്ട കോടതിയെ സമീപിക്കാൻ പോകുന്നത്. കോടതിയിൽ നമ്മളത് വിശദീകരിക്കും. ബഹുമാനപ്പെട്ട കോടതിക്ക് ഇത് തള്ളാൻ പറ്റുമോ? ചെറിയ കാര്യമാണോ? പറഞ്ഞത് മുഴുവൻ ഈ പറയുന്ന ഇ എൻ മോഹൻദാസിന്റെ എന്താ പറയാ സൗമ്യതയും അദ്ദേഹത്തിന്റെ സ്നേഹവാത്സല്യവും അദ്ദേഹത്തിന്റെ ഓഫീസിൽ വരുന്ന സമയവും എന്തൊരു കൃത്യമായിട്ടാണ് പാർട്ടിയുടെ കാര്യങ്ങൾ കൈകാര്യം. എന്താവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിക്കും. MLA ഒന്ന് ചോദിക്കൂ അദ്ദേഹത്തോട്. അദ്ദേഹം പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം ഞാൻ ചെയ്യാതിരുന്നിട്ടുണ്ടോ? ഇ എൻ മോഹൻദാസിനെ കുറിച്ച് ഈ സുജിത്താസ് പറയുന്നത് അദ്ദേഹം ഒന്നും ഒരിക്കലും MLA എന്നെ വിളിക്കാറില്ലല്ലോ. MLA എന്നെ വിളിക്കുന്നത് അദ്ദേഹമല്ലേ? അദ്ദേഹത്തോട് MLA പ്ലീസ് ഒന്ന് സംസാരിക്കൂ. ഞാൻ സംസാരിച്ചിട്ടുണ്ട്. പ്ലീസ് PCS എന്നെ ഒന്ന് കാണൂ. ഞാൻ അന്ന് പുറത്തു വിട്ട എന്താ സ്ഥിതി? ഈ ചങ്ങാതിയെ നിലനിർത്തിയത് എങ്ങനെയാ? ആകെ സുജിത്താന്റെ ക്വാളിറ്റി ഈ പാർട്ടി പ്രവർത്തകർ ഈ വിഷയമായിട്ട് പാർട്ടി ഓഫീസിൽ ചെല്ലുമ്പോൾ എന്താ പറയാ, നമുക്ക് ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, പക്ഷെ ലീഗുകാരെ കയറ്റൂല കേട്ടോ. എങ്ങനെ പാർട്ടി സഖാക്കളോട് പറഞ്ഞ് ലീഗുകാരെ കയറ്റൂല കേട്ടോ. ആര്? സുജിത്താസ്. അപ്പൊ സുജിത്താസിന്റെ അഡ്ജസ്റ്റ്മെന്റ് ഉള്ള ലീഗ് നേതാക്കളെ പേരും കാര്യവും വേറെ പറയുന്നുണ്ട്. ഞാൻ അവരോട് നീതി പുലർത്തിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ചില ഘട്ടത്തിൽ ലീഗിനെ വരച്ച വരിയിൽ നിർത്തിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം എന്തെല്ലാം നാടകം ഈ സൊസൈറ്റിയെ, ഈ സഖാക്കളെ, ഈ കമ്മ്യൂണിറ്റിയെ ഒരു മറയിൽ നിർത്തിക്കൊണ്ട് ഈ പറയുന്ന ഇ എൻ മോഹൻദാസ് നടത്തിയെന്ന് ഇവിടുത്തെ പാർട്ടി സഖാക്കൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഈ സെക്രട്ടറി അടുത്തേക്കാണ് ഒരു അത്താണി തേടി പോകുന്നത്. അവിടെയാണ് ഞാൻ ഈ പറഞ്ഞ നെക്സസ്. ഒരു വിഷയം പാർട്ടി ആഫീസിൽ പ്രാദേശികമാവട്ടെ, അത് കമ്മ്യൂണിസ്റ്റുകാർ ലീഗിനെതിരെയാണ്, ലീഗിന്റെ ഒരു ഉത്തരവാദിത്തപ്പെട്ട എല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരു പ്രമാണിക്കെതിരാണ് പാർട്ടിയിൽ പരാതി കൊടുക്കുന്ന ഒരു കേസെങ്കിലും തെളിയില്ല. കോൺഗ്രസിന്റെ ആണെങ്കിൽ അതും തെളിയില്ല. തിരിച്ച് ഈ പറയുന്നത് ഇങ്ങോട്ടാണെങ്കിൽ ആ കമ്മ്യൂണിസ്റ്റുകാരനോട് തെളിയില്ല. തിരിച്ച് ഇങ്ങോട്ട് ഈ സാധു ലീഗുകാരനാണെങ്കിൽ അതും തെളിയില്ല. അതാണ് ഈ പറയുന്നത്. പാർട്ടി ലീഡർഷിപ്പിലെ ഒരു വിഭാഗം ആളുകളും ലീഡർമാർ തമ്മിലുള്ള ഈ പറയുന്ന അന്തർധാര, അവിഹിത ബന്ധം, കൂട്ടുകെട്ട് എല്ലാ നേതാക്കന്മാരും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ഒരിക്കലും പറയില്ല. ശക്തമായി പാർട്ടിക്ക് വേണ്ടി നിൽക്കുന്ന
അല്ലെങ്കിൽ ആ പ്രസ്ഥാനത്തിന് വേണ്ടി നിൽക്കുന്ന ലീഗിന്റെയും കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിന്റെയും നേതാക്കന്മാർ സ്റ്റേറ്റിലുണ്ട്. അവർക്കൊന്നും ബലമില്ല. അവിടെ പ്രശ്നം. പാർട്ടിക്കൊപ്പം നിൽക്കുന്ന നേതാവിന്, ലീഗിന്റെ നേതൃത്വത്തിനോടൊപ്പം അണികളോടൊപ്പം നിൽക്കുന്ന നേതാവിന്, കോൺഗ്രസിന്റെ അണികളോടൊപ്പം നിൽക്കുന്ന ഈവൻ BJPക്ക് പോലും അത്തരം സത്യസന്ധരായിട്ടുള്ള ലീഡർഷിപ്പിന് എന്താ പറയുക ശക്തിയില്ല. അവർ ചോർന്നു പോവുക. കാരണം ഇവർ കാറ്റൊഴിക്കും. ഈ മെഡിക്കൽ കോളേജിൽ പണ്ടൊരു പണി ഉണ്ടായിരുന്നു, അത് നമുക്കറിയോ? ഇപ്പോഴും അത്യാവശ്യം നടക്കുന്നുണ്ട്, നിന്നിരുന്നു സർക്കാർ ഹോസ്പിറ്റലുകളിൽ. ഒരു പുതിയ സ്കാനിങ് മെഷീന് 2, 3, 5 കോടി റുപ്യ കൊടുത്ത് മെഡിക്കൽ കോളേജിൽ വലിയ ആഘോഷമായിട്ട് ഉദ്ഘാടനമൊക്കെ നടക്കും. 2 ആഴ്ച 3 ആഴ്ച 1 മാസമായി ഈ സാധനം പ്രവർത്തിക്കുക. മനസ്സിലായി? മഞ്ചേരി മെഡിക്കൽ കോളേജ് നിങ്ങൾ പോയൊക്കെ മതി. അപ്പൊ അതിന്റെ ഫ്യൂസ് വലിച്ചൂരിന്റെ സംഘമുണ്ട്. ഇതിന്റെ ഈ പറയുന്ന സ്കാനിങ് മെഷീന്റെ, അല്ലെങ്കിൽ എക്സ്റേ മെഷീന്റെ, അല്ലെങ്കിൽ വലിയ വില കൂടിയ ലാബ് എക്യുപ്മെന്റ്സിന്റെ ആ ഊരിനോട് കൂടിയ നിന്നു. ആരാത് ഊരിക്കണത്? ഇത് ഈ ആശുപത്രിയിലെ ഒരു മാഫിയ സംഘം. എന്നിട്ട് ഡോക്ടർമാർ എഴുതുകയാണ് 5000 റുപ്യ മറ്റേ സ്കാന്, 2000 റുപ്യ അയാളുടെ പോക്കറ്റിലേക്ക്. മെഡിക്കൽ ലാബ് വർക്ക് ചെയ്യുന്നില്ല, 500 റുപ്യ 6 റുപ്യന്റെ ലാബാണ്, 250 റുപ്യ 300 റുപ്യ ഡോക്ടർക്ക്. എന്ത് സർക്കാർ ഉണ്ടാക്കിയിട്ടും കാര്യമില്ലല്ലോ. 15 ദിവസം അല്ലെങ്കിൽ 1 മാസം അല്ലെങ്കിൽ 2 മാസം കോടികൾ മുടക്കിയ എക്യുപ്മെന്റ്സ് കേരളത്തിലെ കംപ്ലീറ്റ് ഹോസ്പിറ്റലും പരിശോധിച്ച് നോക്കി നിങ്ങൾ. അപ്പൊ ഇത് പോയി അവിടെ പോയി സംസാരിക്കാൻ ആരല്ലത്? പ്രത്യക്ഷത്തിൽ അത്തരം വിഷയങ്ങൾ ഇടപെടുക ഈ പറഞ്ഞതുപോലെ തന്നെ പാർട്ടി സഖാക്കളാണ്. കുറച്ച് ആവേശമുള്ളത്, അല്ലെങ്കിൽ യൂത്ത് ലീഗിന്റെ കുറച്ച് ചെറുപ്പക്കാരുണ്ടാവും, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ കുറച്ച് ചെറുപ്പക്കാരുണ്ടാവും. എന്താ ഈ ഏർപ്പാട് നടക്കാത്തത് ചോദിക്കുക. അവിടെ ചെന്നാൽ ഓനെ പോലീസിൽ കേസെടുത്തു. ആ കേസെടുത്ത് നേതാവിന്റെ അടുത്തേക്ക് എന്തിനാ അങ്ങോട്ട് പോയത് ചോദിക്കും. അത് എന്തെങ്കിലും ആയിക്കോട്ടെ ചങ്ങായി, ആളെ പോയിട്ട് ഇവരോട് തട്ടിക്കയറി വരണമെന്ന് ആര് പറയാ? ഈ രാഷ്ട്രീയ നേതാക്കന്മാർ പറയാ. അപ്പൊ ഇതിന്റെയൊക്കെ കമ്മീഷൻ എല്ലാവർക്കും ഉണ്ട്, ഡോക്ടർമാർക്കും മാത്രമല്ല. അപ്പൊ അതിൽ ഇടപെട്ട പാർട്ടി പ്രവർത്തനം, അത് ലീഗാവട്ടെ, കോൺഗ്രസ് ആവട്ടെ, കമ്മ്യൂണിസ്റ്റ് ആവട്ടെ, ആശുപത്രിയിൽ പോയിട്ട് നീ നോക്കണ്ട. അവിടെ വേറെ ആളുകളില്ലേ? അതിനല്ലേ അവിടെ സൂപ്രണ്ട് ഇരിക്കണേ? അതിനല്ലേ അവിടെ മറ്റേ സിസ്റ്റർ ഉള്ളത്? നിനക്ക് അവിടെ പറഞ്ഞാൽ പോരെ? അവിടെ പോയി നീ തട്ടിക്കയറേണ്ടിയിരുന്നോ? ഓന്റെ പണി കഴിഞ്ഞു. ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിന് ആ ലീഗുകാരന്റെ പേരിൽ, ആ കോൺഗ്രസ്സുകാരന്റെ പേരിൽ, അല്ലെങ്കിൽ ആ പോകുന്ന കമ്മ്യൂണിസ്റ്റുകാരന്റെ പേരിൽ, സഖാവിന്റെ പേരിൽ കേസായി. എത്ര വട്ടം പോകും? എത്ര വട്ടം പോകും? വന്ധീകരണം നടത്തുക. അവിടെയാണ് ഈ നെക്സസ്, ഈ പറയുന്ന അവിഹിത ബന്ധം, ഈ അന്തർധാര. ഇതിനി മനുഷ്യരോട് വിളിച്ച് പറയാൻ തന്നെ തീരുമാനം. എന്നിട്ട് മനുഷ്യന്മാർ തീരുമാനിച്ചോട്ടെ എന്താ വേണ്ടെന്നുള്ളത്. അപ്പോ ആ അന്തർധാര, ഇതാണ് വിഷയം. 5 നേരം നിസ്കരിക്കുന്ന ഒരു മുസൽമാനായ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി പോയി ഞാൻ. അതല്ല ഇപ്പൊ തെറ്റ്, അതല്ല എന്റെ തെറ്റ്. എനിക്ക് നിസ്കരിക്കാൻ പറ്റുമോ? ഇവരെ ബോധ്യപ്പെടുത്താൻ, ഈ EN മോഹൻദാസിനെ ബോധ്യപ്പെടുത്താൻ പറ്റുമോ? പാർട്ടി മീറ്റിംഗ് നടക്കുകയാണെങ്കിൽ ബാങ്ക് വിളിച്ചാൽ ഞാൻ നിസ്കരിക്കാൻ പോകും. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരും. അതിൽ ആർജവം എനിക്കുണ്ട്. ഇസ്ലാം എന്താ? ആദ്യം ഒരു ഇസ്ലാം പഠിക്കണം. ഇസ്ലാം പറഞ്ഞ ഭീകരതയാണല്ലോ. ഇസ്ലാമിൽ ഒരു കൃത്യമായ ഹദീസ് എന്താ പറയുന്ന അറിയുന്നത്? ഈ ലീഗിന്റെ നേതാക്കന്മാർക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. അവര് പറയണം അവരെന്തിനെങ്ങനെ ഭയപ്പെടുന്നത്. ഒരു അന്യമത സ്ഥാപനത്തിന് നേരെ നിങ്ങൾ നെറ്റിച്ചുളിച്ചു നോക്കരുത്. ഒരു മുസൽമാന് റസൂല് നൽകുന്ന നിർദ്ദേശമാണ് നെറ്റിച്ചുളിച്ച്. നല്ലൊരു അമ്പലം കണ്ടു, ഓ പണ്ടാറടക്കാട്, ഓ ഒന്ന് പറയാൻ പാടില്ല, നെറ്റിച്ചുളിച്ച് നോക്കരുതെന്നാ പറഞ്ഞത്. നല്ലൊരു ക്രൈസ്തവ ദേവാലയം കണ്ട് അതിലെ നോക്കിയിട്ട് നിങ്ങൾ നെറ്റിച്ചുളിച്ചത് ഒരു അമർഷം രേഖപ്പെടുത്തരുത്. അതാണ് ഇസ്ലാം. മനസ്സിലായോ? ഞാൻ അതിന്റെ ഭാഗ അല്ല. ഇവരിത് പറയുമ്പോഴേക്ക്, ചാപ്പ കുത്തുമ്പോഴേക്ക് പേടി ഒളിച്ചിട്ട് ജനങ്ങളും വേണ്ട, സമുദായം വേണ്ട, പള്ളിയും വേണ്ട, മദ്രസയും വേണ്ട, ചർച്ചും വേണ്ട എന്ന് പറഞ്ഞ ഓടിനോടത്തിലല്ല ഞാൻ 5 നേരം നിസ്കരിക്കണം മുസൽമാനെ, 5 നിസ്കരിക്കും. ഇവിടുത്തെ മതേതരത്വത്തിന് വേണ്ടി ഞാൻ പോരാടും. അതാണ് എന്നെ പഠിപ്പിച്ചത്. തൊട്ട അയൽവാസി അവന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ കഴിയാത്തടത്തോളം നീ മുസ്ലിം അല്ല എന്ന് പറഞ്ഞത്. അയൽവാസിയായ മുസ്ലിം എന്നല്ല, അയൽവാസിയായ മനുഷ്യൻ. അവന്റെ സ്വത്തിനും അവന്റെ ജീവനും സംരക്ഷണം കൊടുക്കാൻ കഴിയാത്തവൻ മുസൽമാനല്ല. അതാ ദീൻ, അതാണ് ഇസ്ലാം. പറയാൻ ധൈര്യം വേണം. മനസ്സിലായോ? പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇവരൊന്ന് വരട്ടെ തടുക്കാൻ. ഈ പറയുന്ന 3 പ്രോജക്റ്റ് തടസ്സപ്പെടുത്തി ഞാൻ പറയാം. അതിന് തെളിവ് തരാം. ഒന്ന്, ഈ പറയുന്ന പാർട്ടിയുടെ ഒരു ലീഡർമാരും 2021 ഞാൻ മത്സരിക്കാൻ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വന്നിട്ടില്ല. 1 ഉറുപ്പ്യ പാർട്ടി ഫണ്ട് എനിക്ക് ചെലവഴിച്ചിട്ടില്ല. PV അൻവർ തോൽക്കണം. PV അൻവർ തോൽക്കണം, അത്രേ ഉള്ളൂ. അത് പാവപ്പെട്ട സഹാക്കൾക്ക് അവിടെ അറിയില്ല.
അതിൽ ഏറ്റവും വലിയ തെളിവ് നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിലമ്പൂർ മുനിസിപ്പാലിറ്റി 3100 വോട്ടിற்கு 4000 വോട്ടിട്ടുണ്ട് മുനിസിപ്പാലിറ്റിയിൽ. ആ സാധനം 1700 ഇങ്ങോട്ട് വന്നു. ആരെ വോട്ടാ പോയത് എനിക്കറിയാം, ഞാനത് പറയാൻ പോയിട്ടില്ല. പാർട്ടിയിൽ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ബൈപ്പാസിന്റെ വേറൊരു കാര്യം പറഞ്ഞുതരാം. ഏറ്റവും അവസാനം ഉണ്ടായത് ഇപ്പോൾ 2 മാസം കഴിഞ്ഞ നിയമസഭ 3 മാസമായില്ലേ, ഈ 3 മാസം മുമ്പ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കാണാൻ ഒരു ബസ്സിന് ഈ ബിൽഡിങ്ങിന്റെ സ്ഥലം വിട്ടുകൊടുത്ത ആളുകൾ തിരുവനന്തപുരത്തേക്ക് വന്നു. സി എമ്മിനെ കാണാൻ കണ്ടിട്ടില്ലെന്നല്ലേ. അന്ന് വന്ന് സി എമ്മുമായി സംസാരിച്ച് പിരിഞ്ഞു. അന്ന് നിലമ്പൂരിലെ പാർട്ടി സെക്രട്ടറി ഇട്ട പോസ്റ്റിംഗ് കുറവല്ലേ, ഇവരെ കൊണ്ടുപോയി ആരാ പറ്റിച്ചത്. ഇവിടുന്ന് പോയ ആളുകൾ, ഈ ഭൂമി വിട്ടുകൊടുത്ത ആളുകളും MLAയും നിന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പെട്ടെന്ന് ഈ പ്രശ്നങ്ങൾ 18 കൊല്ലമായി ഞങ്ങളിതിന് കാത്തിരിക്കുന്നു, ഞങ്ങൾക്ക് തരാനുള്ള പണം തരണമെന്ന് കൊടുക്കുന്ന അഭ്യർത്ഥന പാർട്ടിയുടെ നിലമ്പൂർ ലോക്കൽ സെക്രട്ടറി ഹരി ദാസ് പോസ്റ്റ് ചെയ്തിരിക്കുക. ആ ഫോട്ടോ ഇട്ടിട്ട് ഈ സാധുക്കളെ ആരാണ് കൊണ്ടുപോയി പറ്റിച്ചതെന്ന് ഓർമ്മല്ലേ? നിങ്ങൾ റിപ്പോർട്ട്, നിങ്ങൾ വാർത്ത കൊടുത്തല്ലോ. അല്ല, പിൻവലിപ്പിച്ചത് അത് വേറെ കേസ് കൊടുത്തല്ലോ. അപ്പൊ ഇതൊക്കെ നിങ്ങൾ കൂട്ടി വായിച്ചാൽ മതി. ഇതിലപ്പുറം എന്ത് തെളിവാതിൽ തരാൻ പറ്റുക? മലപ്പുറം ജില്ലയിൽ ഒരു പക്ഷേ മലബാറിൽ ഇതുപോലെ ഒരു റോഡ്, ഒരു ബൈപ്പാസ് കോടാനക്കോടി റുപ്യ. എനിക്ക് നാട്ടുകാരുടെ മുമ്പൊക്കെയാണ് ഈ പറയുന്നത് പൈസ ഇല്ല അല്ലേ. ഈ കോടിക്കണക്കിന് 6 ലൈനും 10 ലൈനും 25 ലൈനും റോഡ് പണി നടക്കുക, പാലങ്ങൾ വരുന്നു, നിലമ്പൂരിൽ തന്നെ നടക്കുന്നു. ഈ ആൾക്കാർ വന്ന് ചോദിക്കാണ്, എന്താണ് സാറേ ഇതിന് ഇത്രയും പൈസ ഇവിടെയല്ല, സർക്കാരിന്റെ അടുത്ത് പൈസ ഇല്ലെങ്കിൽ ഇതൊക്കെ നടക്കുക, ഞങ്ങളെ പൈസ മാത്രം എന്താ കിട്ടാത്തത്? ഞാൻ എന്ത് മറുപടി അറിയും? അവസാനം അന്ന് മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് പോകുമ്പോൾ അവരോട് പറഞ്ഞു, ഇത് കിട്ടിയാൽ ഞാൻ വാങ്ങിത്തരും, കിട്ടിയില്ലെങ്കിൽ ഇനി വോട്ടും ചോദിക്കാൻ നിങ്ങളെ വീട്ടിലേക്ക് വരില്ല. ഈ പദ്ധതി നടപ്പാക്കിയില്ലെങ്കിൽ PV Anwar നിലമ്പൂർ മത്സരിക്കൂല. അത്രയല്ലേ അവരോട് പറയാൻ പറ്റുള്ളൂ. 2017 ബഡ്ജറ്റിലേ വന്നിട്ടുള്ളൂ. 100 രൂപ പ്രൊവിഷൻ വെച്ചിട്ട് വന്നത്. അത് പിന്നെ 2 വർഷത്തിന്റെ ഫയലേ കാണാനില്ല. ഒരു സ്ലോ പ്രോസസ്. അത് കഴിഞ്ഞ് നിൽക്കുമ്പോൾ നമ്മളെ വേങ്ങര ഉപതെരഞ്ഞെടുപ്പ് വന്നു. അപ്പൊ ഈ പൈസ കിട്ടാത്ത പ്രശ്നമുണ്ട്. അപ്പം അതിന്റെ ബാക്കി പത്രം ഞാൻ പറയുന്നില്ല, അത് വേറെ പൊളിറ്റിക്സ്. ഈ പറഞ്ഞ ഇന്റേണൽ എന്താ പറയാൻ പറ്റില്ലേ, നെക്സസ്, അതിന്റെ വേറെ കോലാണ്. അത് ഈ നെക്സസ് അല്ല, അത് വേറെ നെക്സസാ. അങ്ങനെ അന്ന് CM ഉണ്ട്, കോടിയേരി സഖാവ് ഉണ്ട്, അന്നത്തെ നമ്മുടെ ഫൈനാൻസ് മിനിസ്റ്റർ തോമസ് ഐസക്, PWD മിനിസ്റ്റർ ഇയാള് നമ്മളെ സുധാകരൻ, എല്ലാവരും ഉണ്ട് വേങ്ങര. അപ്പൊ ഞാൻ പോയിട്ട് പറഞ്ഞൊരു മീറ്റിംഗ് നടത്തണം. വിജയരാഘവ സഖാവിനോട് പറഞ്ഞ മീറ്റിംഗ് നടത്തണം, എല്ലാവരും ഉണ്ടല്ലോ. അങ്ങനെ മീറ്റിംഗ് നടത്തി കോടിയേരി സഖാവിന്റെ നേതൃത്വത്തിൽ. കോടിയേരി സഖാവിന് അർജന്റ് അൻവറിന് പൈസ കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ 10 ദിവസം മുമ്പാണ് 1000-ഓളം കോൺഗ്രസും ലീഗും ഒക്കെ പാടെ പാർട്ടിയിൽ വന്ന് ചേർന്ന് കോടിയേരി നിലമ്പൂർ സ്വീകരിച്ചത്. നമുക്ക് ഓർമ്മ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ആരെ സഹായിച്ചില്ലെങ്കിൽ അൻവറെ സഹായിക്കണമെന്ന് ആ സാധു കോടിയേരി ഇവരോട് പറഞ്ഞു. അപ്പൊ തോമസ് ഐസക് പറഞ്ഞു, നമുക്കൊരു പണി ചെയ്യാം, അൻവർ ഒരു പണി ചെയ്യുക. അതാണ് 30 കോടിയുള്ളൂ. അതിനെ സ്പ്ലിറ്റ് ചെയ്ത് 2 പ്രൊജക്റ്റായിട്ടാ, പകുതി മതിയാക്ക്, ഞാൻ പെട്ടെന്ന് പൈസ നേട്ടാണ്. അങ്ങനെ അതാവണമെങ്കിൽ 6 മാസം പണിയിക്കണം ഈ PWD. അത് കൊടുത്തു അവിടെ ചെന്നപ്പോഴേക്കും പിന്നെ ഇലക്ഷൻ വന്നു, നടന്നില്ല, മാറി. അപ്പൊ പിന്നെ അതിന്റെ അടിയിൽ തന്നെ ഇത് നീളം കണ്ടപ്പോൾ നമ്മൾ കിഫ്ബി, ലോകത്തിലെ എല്ലാ പദ്ധതി ഏറ്റെടുത്ത കിഫ്ബിയാണ്. സക്കറി അവിടെ നിൽക്കുന്നത് 5 കൊല്ലം അടുത്ത പണിയത്. എന്റെ PA ആണ്, കഴിഞ്ഞ PA. 5 വർഷം അവൻ എടുത്ത പണിയതാ. കിഫ്ബിക്ക് കൊടുത്താൽ അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് വരും. എന്ത് കൊടുത്താലും കിട്ടും, ഇത് കിട്ടില്ല. കിഫ്ബി ഏറ്റെടുത്തില്ല. 2021 ശേഷം നിർത്തുന്നതേ ഓർമ്മ ഉണ്ടാവുള്ളൂ. എപ്പോഴാണ് വീട്ടിൽ പോകുന്നതെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ നിർത്താതിരുന്ന്. പിന്നെ ഇവരുടെ ഈ ഇന്റൻഷൻ പാർട്ടി പ്രവർത്തകർക്കൊന്നും അറിയില്ലല്ലോ. ഈ പറയുന്ന മലപ്പുറത്തിന്റെ ഈ പറയുന്ന ഇവന്റെ ഇന്റൻഷൻ, ഈ മോഹൻദാസിന്റെ ഇന്റൻഷൻ പാർട്ടി സഖാക്കൾക്ക് അറിയില്ലല്ലോ. പാർട്ടി സഖാക്കൾ മരിച്ചു പണിയെടുത്തിട്ടുണ്ട്, യാതൊരു തർക്കമില്ല. ആ സാധുക്കളും ഞാനും ഒറ്റയ്ക്കായിരുന്നു. അവസാനം ഞങ്ങൾ വഴിക്കടന്ന് ഒരു റാലി നടത്തി. ആ റാലിയുടെ മുകളിൽ രക്ഷപ്പെട്ട. കാരണം ഞാൻ തോറ്റൊന്ന് പ്രഖ്യാപിച്ച് നടക്കില്ലേ. അപ്പൊ ഇതൊക്കെ ഇവിടെ കഴിഞ്ഞു പോയിണത്. അല്ല, സാമ്പത്തികമായിട്ട് ബ്രാഞ്ചുകളിലും ബാക്കിയിലൊക്കെ പാർട്ടി കൊടുക്കേണ്ട പൈസയൊക്കെ പാർട്ടി കൊടുത്തു. ഇയാളുടെ ഒരു ഇന്റൻഷൻ തന്നെ, അത് ഇയാൾ തന്നെയുള്ളൂ. അയാളുടെ പിന്നിൽ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ്. അയാൾ അങ്ങനെ ഒരു മൂരാച്ചിയാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ആര് വന്നാലും, ഏത് തൊഴിലാളി വന്നാലും, ഏത് നേതാവ് വന്നാലും അവനോട് തട്ടിക്കയറും. ഒരു കാര്യം കണ്ടാ അങ്ങനെ, പക്ഷെ ഉള്ളു ഈ പറഞ്ഞ പോലെയാണ്. പോയ സഖാക്കളെ വിളിച്ചു വയ്ക്കുകള്. മൂരാച്ചി എന്ന് പറഞ്ഞാൽ എന്താ,
ഒരു ജാതി മറ്റു സ്വഭാവം ഉണ്ടല്ലോ വരുന്നവനോട് നീ എന്തിനാന്ന് വന്ന് നിനക്ക് അവിടെ കൊടുത്താൽ പോരെ എന്നൊക്കെ പറഞ്ഞിട്ട് വന്നവനാകെ ഇതാക്കിയിട്ട് മെല്ലെ തടിയെടുക്കില്ലേ. അതാണ് മൂരാച്ചിത്തരം. അതന്നെ അത് ഞാൻ അയാളെ മുമ്പ് നീറ്റ് പോകില്ലല്ലോ. നമ്മളിപ്പോൾ പ്രാദേശിക യോഗങ്ങൾ നടക്കുമ്പോൾ ഇവിടെ എന്താ നമ്മൾ ഒരു വൈകുന്നേരം 6:30 മണിക്കാണല്ലോ അങ്ങാടിയിൽ ആളുണ്ടാവുക. ആ സമയത്താണല്ലോ പലപ്പോഴും യോഗം വെക്കുക. അപ്പം ചിലപ്പോൾ ബാങ്ക് കൊടുക്കുന്നതിന് 10 മിനിറ്റ് മുമ്പായിരിക്കും യോഗം തുടങ്ങിയിട്ടുണ്ടാവുക. ബാങ്ക് വിളിക്കുമ്പോൾ എന്താവും സ്വാഭാവികമായിട്ട് നമ്മൾ നിർത്തുമല്ലോ. അപ്പം ഞാനൊന്ന് ഇറങ്ങിപ്പോയിട്ട് പള്ളിൻ്റെ അടുത്ത് നിന്ന് പോയി ഞാൻ നിസ്കരിച്ച് വരും. എന്നിട്ടാണ് ഞാൻ പരിപാടിക്ക് കയറല്. സത്യത്തിൽ ഒരു 4 കൂടി ആക്കി ജയിപ്പിക്കാൻ കഴിയുന്നു. വേറെ ആരോ മൂപ്പർക്ക് പാരൻസ് ആ കഴിവൊക്കെ എല്ലാവർക്കും അറിയാം. അതല്ല ഇയാൾ ഭയങ്കര സ്വാധീനം ഇടപെടാൻ ശേഷിയില്ലോനാണ്. അതിന് യാതൊരു തർക്കമില്ല. അത് പാവപ്പെട്ട പാർട്ടി സഖാക്കൾ 5 റുപ്യയും 10 റുപ്യയും എനിക്കറിയത്. ഞാൻ അത് പാർട്ടി ആഫീസ് ഉണ്ടാക്കുന്നത് ഇവിടെ അഴിമതി നടത്തിയിട്ടല്ല. പാർട്ടി സഖാക്കൾ പാവപ്പെട്ടവർ അങ്ങാടി കൂടെ നടന്ന ഓരോ പാർട്ടി മെമ്പറും ഇത്ര ഉറുപ്പിക ഓണറേറിയം അല്ലെങ്കിൽ അവൻ പൈസ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് 100, 200, 500 പാവപ്പെട്ട പാർട്ടി സഖാക്കൾ കൊടുത്തത് തന്നെയാണ് മലപ്പുറത്ത് വരാൻ പോകുന്ന പാർട്ടി ഓഫീസ്. അത് ബാക്കിയുള്ളയിടത്തുനിന്ന് കൈക്കൂലി വാങ്ങിയിട്ട് ഉണ്ടാക്കിയതെന്നും ഞാനെന്താ വെച്ചാൽ എനിക്കൊരു സ്റ്റാൻഡ് ഉണ്ട്. നമുക്കറിയുന്ന യാഥാർത്ഥ്യം നമ്മൾ അങ്ങനെ തന്നെ പറയും. അങ്ങനെ തന്നെയാണ് ആ വലിയ കെട്ടിടം ഉയരുന്നത്. ഈ പാവപ്പെട്ട സഖാക്കളും അവരോട് സഹകരിച്ച സാധാരണ മനുഷ്യന്മാരും. പിന്നെ ആരെങ്കിലും സിമന്റ് കമ്പിയൊക്കെ കൊടുക്കും. ഇപ്പം എല്ലാ പാർട്ടിക്കും കൊടുക്കുന്നതാണ്. അതൊക്കെ സ്വാഭാവികമാണ്. അത്ര തന്നെ ഉള്ളൂ.